ഹലോ ഗൈസ്, ജെഫോടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് തമ്പനയിൽ വെക്കുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. ഓക്കെ, എന്തിനാണ് തമ്പനയിൽ വെക്കുന്നത്, എങ്ങനെയാണ് തമ്പനയിൽ വെക്കുന്നത്, തമ്പനയിൽ വെക്കേണ്ട ആവശ്യകത എന്താണ്, എങ്ങനെയൊക്കെ തമ്പനയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കൂടുതൽ റീച്ച് ആവും, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, ഒരുപാട് പേർക്ക് നമുക്കറിയാം, നമ്മുടെ വീഡിയോ കാണുന്നത് കൂടുതലായും സാധാരണക്കാരായ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കുറച്ച് വയസ്സുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് തമ്പനയിൽ വെക്കേണ്ടതെന്ന് അറിയത്തില്ല. അതും കൂടി ഞാനിന്ന് വീഡിയോ കാണിച്ചു തരുന്നുണ്ട്, എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ തമ്പനയിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം. പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. മുഴുവനായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് എന്താണ് തമ്പനയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മളെല്ലാവരും വീഡിയോ യൂട്യൂബിനകത്ത് നമ്മൾ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്ന ആൾക്കാരാണ്. അതായത് നമ്മുടെ ഹോം പേജിനകത്ത് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വരും. അപ്പോൾ ഒരുപാട് വീഡിയോസ് വരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നും, അതിൻ്റെ അകത്ത് എന്തോ കാര്യം ഉണ്ടെന്ന് തോന്നും. അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ അകത്ത് ഒരു തമ്പനയിൽ ഉണ്ടാവും. ആ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ടാവും. അതായത് അതിൻ്റെ അകത്ത് നമ്മളിപ്പം ഒരുപാട് നമുക്കറിയാം, വയനാട്ടിലെ ദുരന്തങ്ങൾ, സംഭവങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുകയാണ്, മാധ്യമങ്ങളൊക്കെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്നൊക്കെ വരുത്തി തീർത്തിട്ടാണ് തമ്പനയിൽ ഉണ്ടാക്കിയിടുന്നത്. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആ സംഭവം ക്ലിക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എന്തോ കാര്യമായിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഈ വീഡിയോനകത്ത് എന്തോ കാര്യമായിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത്. പക്ഷേ ചില തമ്പനയിൽ നമ്മളങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊന്നും ഉണ്ടാകണമെന്നില്ല. ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഇതിൻ്റെ പ്രശ്നങ്ങൾ. അങ്ങനെ തമ്പനയിൽ വെച്ചാലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പനയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോയിൽ ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് തമ്പനയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മളെ വീഡിയോയിൽ ആൾക്കാർ കൂടുതൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോൻ്റെ കണ്ടന്റ് നല്ലതാണെങ്കിൽ കൂടുതൽ റീച്ച് ആവുകയും നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാർക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ അയക്കുകയുള്ളൂ. നമ്മുടെ വീഡിയോയിലെ ക്ലിക്ക് റേറ്റ് നോക്കിയിട്ടാണ് യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡേഷൻ ഇങ്ങനെ ആൾക്കാർക്ക് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ അകത്ത് ക്ലിക്ക് റേറ്റ് കിട്ടാൻ വേണ്ടി തമ്പനയിലും ക്യാപ്ഷനും, ഈ രണ്ടെണ്ണം. പക്ഷേ ഈ ക്യാപ്ഷനേക്കാളും കൂടുതലായിട്ട് ആൾക്കാർക്ക് ഇമ്പ്രസീവ് ആയിട്ടുള്ള തമ്പനയിലാണെങ്കിൽ, അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനയിലാണെങ്കിൽ കൂടുതൽ നമ്മുടെ ചാനൽ റീച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തന്നെ എൻ്റെ വീഡിയോ ചെയ്യുന്ന. അതിൻ്റെ അകത്ത് നമ്മളൊന്നും എഴുതാണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അതായത് വെറുതെ ഒരു വീഡിയോ ഇടുന്നു, നമ്മൾ അതിൻ്റെ അകത്ത് എൻ്റെ ഫോട്ടോ മാത്രം കാണിച്ചുകൊണ്ടൊരു വീഡിയോ. ഓക്കെ, അപ്പോൾ ആ വീഡിയോൻ്റെ അകത്ത് തമ്പനയിലായിട്ട് എൻ്റെ ഫോട്ടോ മാത്രമാണ്. അപ്പം അതിൻ്റെ അകത്ത് എന്താണ് കാര്യം, എന്തിനാണ് വീഡിയോ, ക്യാപ്ഷൻ വായിച്ചാലും കറക്റ്റായിട്ട് ആൾക്കാർക്ക് കാര്യം മനസ്സിലാവുന്നില്ല. പക്ഷേ ആ തമ്പനയിൽ വെച്ച് കഴിയുമ്പം ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഇന്നതാണ് സംഭവം, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇന്ന കാര്യം മനസ്സിലാവുന്നൊരു ബോധം വരും. ഓക്കെ, അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ ആൾക്കാർ കയറി ക്ലിക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു തമ്പനയിൽ വെക്കേണ്ടത്? അതായത് ഒരുപാട് പേര് തമ്പനയിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പക്ഷേങ്കിൽ വെറുതെ നമുക്ക് വലിച്ചു വാരി കുറേ ഒരു കുക്കിംഗ് ചാനൽ തമ്പനയിലാണെങ്കിൽ നമുക്ക് വെറുതെ 2-3 ഫോട്ടോ എടുത്തിട്ടതിൽ കാര്യമില്ല. അത് വെറൈറ്റി ആയിരിക്കണം. കാരണം ആൾക്കാർ നമ്മളെല്ലാവരും യൂട്യൂബേഴ്സാണ്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ കൂടുതലായിട്ടും യൂട്യൂബേഴ്സാണ്. അപ്പം നമ്മൾ യൂട്യൂബേഴ്സിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സ് കൂടുതൽ ക്ലിക്ക് ചെയ്യുന്ന രീതിയിലുള്ള തമ്പനയിൽ, അത് അട്രാക്റ്റീവ് ആയിരിക്കണം. ആ സാധനം ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്, ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട് നമ്മുടെ. പക്ഷേ വെറുതെ തോന്നിപ്പിക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വെറുതെ തോന്നിപ്പിക്കരുത്. ഈ കണ്ടന്റ് അനുസരിച്ചുള്ള തമ്പനയിൽ കൊടുക്കാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു കാട്ടിക്കൂടെ പോകുന്ന വീഡിയോ ഇട്ട് എന്നെ പുലി പിടിക്കാൻ വന്ന് തമ്മിലിട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ഒറ്റ പ്രാവശ്യം വീഡിയോ കാണുന്നത് ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും. അങ്ങനെയുണ്ട്. കള്ളത്തരം തമ്പനയിൽ ഇടാൻ പാടില്ല, ഉള്ള കാര്യം ഇടാവുള്ളൂ. പക്ഷേ ഉള്ള കാര്യം കൂടുതൽ അട്രാക്റ്റീവായിട്ട് ആൾക്കാരെ കൂടുതൽ ക്ലിക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് തമ്പനയിൽ ഇടാൻ വേണ്ടത്. ഓക്കെ, പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തമ്പനയിൽ ഇടുന്ന സമയത്ത് എന്താ പറയുക, കൂടുതൽ ആൾക്കാർക്ക് എന്താ പറയുക, വായിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന തമ്പനയിൽ വേണം നമ്മൾ ഇടാൻ വേണ്ടത്. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ഓരോരുത്തരുണ്ട് നമ്മുടെ ഫോട്ടോ നമ്മുടെ ശരീരത്തെ ഒരിക്കലും എഴുതാൻ പാടില്ല. ഓരോരുത്തർ തമ്പനയിൽ എഴുതും, നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടാവും തമ്പനയിനകത്ത്. അപ്പോൾ ആ ഫോട്ടോ നമ്മുടെ ശരീരത്തോട്ട് കൂട്ടിയിട്ട് തമ്പനയിൽ എഴുതി വെക്കും. അങ്ങനെ എഴുതി കഴിയുമ്പോൾ എന്താ പറയുക, ഒരു പിന്നെ അത് മാത്രമല്ല, അങ്ങനെ എഴുതുന്നവരുണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ എന്താ പറയുക, ഒരു ഫോട്ടോ ആ ഓപ്പോസിറ്റ് കളർ വേണം നമ്മൾ തമ്പനയിലിൻ്റെ എഴുതാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിടുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ അല്ല നമ്മുടെ പിക്ചറിൻ്റെ ഓപ്പോസിറ്റ് കളർ, അതായത് ഒരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ ബ്ലാക്ക് റെഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന തമ്പനയിലായിരിക്കണം. അല്ലാതെ ബ്ലറായി കിടക്കുന്ന പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന തമ്പനയിൽ ആരും നോക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല. അപ്പം കൂടുതൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തമ്പനയിലായിരിക്കണം നമ്മൾ കൊടുക്കുക. പിന്നെ ലളിതമായ രീതിയിലുള്ള അധികം വലിച്ചു നീട്ടാത്ത രീതിയിലുള്ള എഴുത്ത് എഴുതിയിട്ട് വേണം തമ്പനയിൽ ഇടാൻ വേണ്ടിയിട്ട്.
അല്ലാതെ ഒരുപാട് നേരം വലിച്ചു നീട്ടിയിട്ടുള്ള തമ്പനയിൽ ഒരുപാട് കാര്യങ്ങൾ കഥ എഴുതുന്ന പോലെ തമ്പന എഴുതി വെക്കരുത്. 1-2 വാക്കിൽ ഉൾപ്പെടുത്തിയിട്ട് അത് ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഈ 1-2 വാക്കിനുള്ളിൽ നമ്മുടെ വീഡിയോൻ്റെ ഉള്ളടക്കം അതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ എഴുതി വെക്കണം. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ആൾക്കാർ കൂടുതൽ ക്ലിക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള തമ്പനയിലായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് തമ്പനയിൽ ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഞാൻ ഈ വീഡിയോനകത്ത് ഞാൻ എങ്ങനെയാണ് തമ്പനയിൽ അപ്ലോഡ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. നമ്മൾ തമ്പനയിൽ കൊടുക്കുന്ന സാധാരണ യൂട്യൂബ് സ്റ്റുഡിയോ ആണ്. നമ്മൾ വീഡിയോ പ്രൈവറ്റാക്കി അപ്ലോഡ് ആക്കിയതിന് ശേഷം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക. നമ്മൾ ചെന്ന് കയറുന്നത് നമ്മുടെ ഡാഷ്ബോർഡിലായിരിക്കും. ഡാഷ്ബോർഡിൽ നിന്ന് നമ്മൾ അടിയിൽ കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ കണ്ടന്റ് സെലക്ട് ചെയ്യുമ്പം നമുക്ക് കാണാം ഇത് നമ്മുടെ മെയിൻ ചാനലിൻ്റെ സ്റ്റുഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. 3 ടിക്ക് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ 3 ടിക്ക് കാണാം. ഇവിടെ വെക്കുമ്പോൾ എഡിറ്റ് ഓപ്ഷൻ കാണാം. അപ്പോൾ എഡിറ്റ് അടിച്ചു. അതിനുശേഷം ഗൈസ് നിങ്ങൾക്ക് മേലെ ഏറ്റവും ടോപ്പിലായിട്ട് ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ തമ്പനേൻ്റെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏറ്റവും മുകളിൽ നമുക്ക് എൻ്റെ ആ വൈഫിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോൻ്റെ മേലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലസ് ചിഹ്നം, ഒരു ഫോട്ടോൻ്റെ റൗണ്ട്, ഒരു ബ്ലാക്ക് റൗണ്ടിൻ്റെ അകത്തൊരു പ്ലസ് ചിഹ്നം, ഒരു ഫോട്ടോൻ്റെ ചിഹ്നം കാണാമല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കസ്റ്റം തമ്പനയിൽ, ഇവിടെ യൂട്യൂബിൽ തന്നെ നമുക്ക് ഒരുപാട് തമ്പനയിൽ തരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് കസ്റ്റം തമ്പനയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ഈ കസ്റ്റം തമ്പനയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഗാലറിയിലോട്ട് പോയി ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തമ്പനയിൽ എടുക്കുന്നു. അപ്പം കീപ്പ് കറൻറ്റ് സെലക്ഷൻ അടിക്കുന്നു. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഞാനൊരു തമ്പനയിൽ സേവ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വീട് പണിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ മെയിൻ ചാനൽ ഇടാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെറുതെ ജസ്റ്റ് ക്രിയേറ്റ് വെച്ചൊരു തമ്പനയിൽ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളത് സെലക്ട് അടിക്കുന്നു. അപ്പോൾ സെലക്റ്റായി. ഇത്രയും നമുക്ക് പണിയുള്ളൂ. സ്വപ്ന വീടിൻ്റെ പണി തുടങ്ങി എന്നുള്ള രീതിയിലുള്ളൊരു തമ്പനയിലാണ്. നമ്മുടെ ജസ്റ്റ് എന്താ പറയുക, പെട്ടെന്ന് തയ്യാറാക്കിയൊരു തമ്പനയിലാണ്. ഇത് ആൾക്കാർ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് പ്രത്യേകിച്ചൊരു വലിയൊരു മോഡിഫിക്കേഷൻ ആവശ്യമില്ല നമ്മുടെ തമ്പനയിലിന്. കാരണം നമ്മുടെ വീടിൻ്റെ നമ്മുടെ ഒരു കുഞ്ഞു വീടിൻ്റെ വീട് ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇപ്പുറത്തായിട്ട് നമ്മുടെ വീട് പണി തുടങ്ങിയതിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലി, എൻ്റെയും വൈഫിൻ്റെയും കൊച്ചിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മതി നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട്. പക്ഷേ ഈ ആൾക്കാർ കാണുമ്പോൾ മനസ്സിലാവും ഒറ്റ എഴുത്തുള്ളൂ നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം പെട്ടെന്നായിട്ട് ആൾക്കാർ ക്യാച്ച് ചെയ്യാനും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ അതായത് നമ്മുടെ ഫാമിലി വ്ളോഗിലെ വീഡിയോ കാണുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കണ്ട് ക്ലിക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തമ്പനയിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിവിടെ സേവ് അടിച്ചിട്ടുണ്ട്. സേവ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടോ നമ്മുടെ തമ്പനയിൽ അവിടെ സേവ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, എല്ലാ വീഡിയോനും തമ്പനയിൽ പോലെ തന്നെ അവിടെയും തമ്പനയിൽ സേവ് ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഈ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും അട്രാക്റ്റീവുള്ള തമ്പനയിൽ കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് തമ്പനയിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഉറപ്പായിട്ട് ഉപകാരപ്പെട്ടുണ്ടാകും. കാരണം വെച്ചാൽ ഒരുപാട് പേരുണ്ട് നമ്മുടെ സാധാരണക്കാരെ ആൾക്കാർ, തമ്പനയിൽ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ തന്നെയുണ്ട്. ഒരുപാട് പേര് തമ്പനയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതായത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പൈസ പേയ്മെൻറ്റ് വെച്ചിട്ടൊക്കെ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ തമ്പനയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെ ഇടുന്ന ആൾക്കാരാണെങ്കിലും അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ അടിപൊളി വീഡിയോ കാണാം. അതുവരെ ബൈ.